പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആനയോട്ടം എന്ന കഥ കേൾക്കൂ. ദേ വരുന്നുണ്ട് പൊണ്ണത്തടിയൻ. നീ ഓടാൻ കൂടുന്നുണ്ടോ? കൂടട്ടെ കൂടട്ടെ, പുറകിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടാനും ആരെങ്കിലും വേണമല്ലോ. മലമുത്തപ്പൻ കോവിലിലെ ഉത്സവത്തിന് മുന്നോടിയായുള്ള ആനയോട്ടത്തിന് പങ്കെടുക്കുന്ന കൊമ്പന്മാർ കുട്ടിക്കൊമ്പനായ ബില്ലുവിനെ കളിയാക്കിയതാണ്. ശരീരഭാരം കൂടുതലുള്ളതുകൊണ്ട് അവൻ ഓടിയാൽ ജയിക്കില്ല എന്ന് പറഞ്ഞാണ് അവരുടെ കളിയാക്കൽ. അയ്യേ, ബില്ലു വരുന്നുണ്ടേ, നമ്മോടൊപ്പം ഓടിയിടാൻ, ഒന്നാമതായെത്തി സമ്മാനം വാങ്ങാൻ പൊണ്ണത്തടിയൻ വരുന്നുണ്ടേ. മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്തവനാണ് ഓടി ഒന്നാം സ്ഥാനം നേടുന്നത്. കൂട്ടത്തിലെ ഓട്ടക്കാരനായ ജമ്പൻ പറഞ്ഞു. ഒന്നാമതെത്തിയാൽ കിട്ടുന്ന പഴങ്ങളും കരിമ്പും കൊതിച്ചാണ് ഇതിൻ്റെ ഓട്ടം. ഡിമ്പൻ പറഞ്ഞു. അല്ലാതെന്ത്, അത് തന്നെ ലക്ഷ്യം. ബില്ലു ഒന്നും മിണ്ടാതെ ഏറ്റവും പിൻനിരയിൽ നിന്നു. ഓട്ടത്തിനുള്ള സമയമായി. ആനത്തലവൻ 3 വട്ടം ഉറക്കെ ചിഹ്നം വിളിച്ചു. ചെമ്പൻ പരുന്ത് മുന്നിൽ പറന്നു. കൊമ്പന്മാർ ഓട്ടം തുടങ്ങി. ഏറ്റവും വലിയ ഓട്ടക്കാരനെന്ന് അഹങ്കരിച്ചവർ പോലും കുറേ ദൂരം ചെന്നപ്പോൾ തളർന്നു. ഡിമ്പനും ജമ്പനും കൂട്ടുകാരും കിതച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ബില്ലു സാവധാനം ഓടി അവരെ മറികടന്ന് മുമ്പിലെത്തി. എല്ലാവരും ഓടി തളർന്നപ്പോഴും ബില്ലുവിന് ക്ഷീണമുണ്ടായില്ല. അവൻ അവസാന ഘട്ടത്തിൽ വേഗം കൂട്ടി ഓടി എല്ലാവരെയും മറികടന്ന് മുത്തപ്പൻ കോവിലിലെ ആൽമരത്തിൽ ചെന്ന് തൊട്ടു. പരുന്തുകളും തത്തകളും കിളികളും ആനകളും കുരങ്ങന്മാരും ആവേശത്തോടെ അവന് ജയാരവം മുഴക്കി. ആനക്കൂട്ടത്തിലെ ഓട്ടക്കാരെ തോൽപ്പിച്ച ബില്ലുവിനെ എല്ലാവരും അഭിനന്ദിച്ചു. ആനക്കൂട്ടത്തിൽ ഓട്ടക്കാരെ തോൽപ്പിച്ചു മുന്നേറി വന്നുവല്ലോ, കൂട്ടത്തിൽ സാധുവാം ബില്ലു ചേട്ടൻ, മുത്തപ്പൻ തന്നെ ശിരസിലേറ്റാൻ, കുട്ടപ്പനായി ബില്ലു മുന്നിലെത്തി. തത്തകൾ ആവേശത്തോടെ പാടി. ബില്ലു വിനയത്തോടെ തുമ്പിക്കൈ പൊക്കി സലാം നൽകി.